ഹായ്, ചിക്കൻ ടു കൽവറ. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ റൈസ് ചെയ്യാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന 2 കപ്പ് ബസ്മതി റൈസ് വേവിച്ചതാണ്. ഇതിനു മുമ്പ് ഞാനൊരു ഷെസ്വാന ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ റൈസ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അരിയിട്ട് വേവിച്ചെടുക്കണം. ബിരിയാണിക്കൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ അതിനകത്ത് പട്ടയൊക്കെ ചേർക്കും. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട, ഓയിലും ഉപ്പും മാത്രമാണ്. പിന്നെ വേണ്ടുന്നത് ഫ്രോസൺ പീസ് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അത് 4 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ബീൻസ് ഒരു 12 ബീൻസ് അരിഞ്ഞതാണ്. എല്ലാം കനം കുറച്ചാണ് അരിയുന്നത്. സ്പ്രിംഗ് ഒണിയൻ അത് ആവശ്യത്തിന്, ക്യാബേജ് ഒരു 4 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക. ക്യാരറ്റ് ഒരു ക്യാരറ്റിൻ്റെ പകുതി അരിഞ്ഞത്, ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഉള്ളി 2 ഇതായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു തീരെ ചെറിയ സവോള അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ സ്പ്രിംഗ് ഒണിയൻ അതിൻ്റെ താഴത്തെ വെള്ള ഭാഗമില്ലേ അതും 1 ടേബിൾ സ്പൂൺ കാണും. പിന്നെ ആവശ്യമുള്ളതെന്ന് പറയുന്നത് സോയാ സോസ്, വിനീഗർ, ഒരൽപ്പം ഉപ്പ്, വൈറ്റ് പെപ്പർ പൗഡർ. വൈറ്റ് പെപ്പർ പൗഡർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബ്ലാക്ക് പെപ്പർ പൗഡർ ആയാലും മതി. ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. പാൻ ചൂടായി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ചേർക്കാൻ നോക്കണേ. വെളുത്തുള്ളി, സവോള. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്താലും മതി. സ്പ്രിംഗ് ഓണിയനോ സവോള ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, നിർബന്ധമില്ല 2 കൂടെ വേണമെന്ന്. ഞാൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ. സ്പ്രിംഗ് ഓണിയൻ്റെ താഴത്തെ ഭാഗം, ക്യാരറ്റ്, എല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വേവുള്ള ആദ്യം ഇടുക. ബീൻസ്, ഗ്രീൻ പീസ്, പച്ച ക്യാപ്സിക്കം. പച്ച തന്നെ വേണമെന്നില്ല, ഏത് കളറിന് വേണമെന്നില്ല നമുക്ക് എടുക്കാം. ക്യാബേജ് ഒന്നും അധികം വാടണ്ട. നമ്മൾ കടിക്കുമ്പോൾ ഉള്ള ചെറുപ്പല്ലേ അത് മാറും. അത് മാറാതിരിക്കാൻ നോക്കണം, കറുമുറാന്നുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. സോയാ സോസ് 4 ടേബിൾ സ്പൂൺ, 3, 4. അതുപോലെ 2 ടേബിൾ സ്പൂൺ വിനീഗർ, രണ്ട് ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ. നേരത്തെ ഞാൻ പറഞ്ഞ് അതിന് പകരം ബ്ലാക്ക് പെപ്പർ പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ വെജിറ്റബിൾ വേവിച്ചപ്പോൾ ചേർത്തിട്ടില്ല. ഒരു നുള്ളു പഞ്ചസാര. ഈ സ്റ്റേജിൽ തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. വെജിറ്റബിൾസിൻ്റെ കളറൊന്നും പോയിട്ടില്ല, അങ്ങനെ വേണം ചെയ്തെടുക്കേണ്ടത്. അതിനിപ്പം ഞാൻ ഇട്ടതുപോലെ ആ ഓർഡറിൽ ഇട്ടാൽ മതി വെജിറ്റബിൾസ്. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ, സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്നല്ലേ നമ്മൾ ചെയ്തത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളിതെങ്ങനെ ഇരുന്നു എന്നുള്ള അഭിപ്രായം എന്നെ അറിയിക്കണം.
നിങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഈ വീഡിയോ കാണണമെന്നും ചെയ്യണമെന്നും തോന്നുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. എൻ്റെ പഴയ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് അത് കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.